ഈ വിജയിച്ച സിനിമകളുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നാലാം ഭാഗവും ഒക്കെ വരുന്നത് പുതുമയുള്ള കാര്യമല്ല. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പ്രസിദ്ധമായ ജോസ് എന്ന സിനിമ ഹോളിവുഡിൽ മാത്രമല്ല കേരളത്തിൽ പോലും വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം വന്നു. രണ്ടാം ഭാഗമൊന്നും ഒന്നാം ഭാഗത്തിൻ്റെ ഒരു നിലവാരം പുലർത്തിയില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും രണ്ടാം ഭാഗവും പിന്നെ മൂന്നാം ഭാഗം വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെയാണ് നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം സിനിമ. ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം വന്നു. ഇപ്പോൾ മൂന്നാം ഭാഗം വരാൻ പോവുകയാണ്. അതുപോലെ മോഹൻലാൽ തകർത്ത് അഭിനയിച്ച കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ചെങ്കോൽ എന്നൊരു സിനിമ വന്നു. കിരീടത്തിൻ്റെ നിലവാരം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ചെങ്കോൽ തീരെ പരാജയമായില്ല. പിന്നെ അതിന് മൂന്നാം ഭാഗവും നാലാം ഭാഗവും ഒന്നും ഉണ്ടായില്ല. ദൈവാധീനം. ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം വരികയാണ്. യഥാർത്ഥ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണോ അതോ കേരള സ്റ്റോറി 2 എന്ന പേരിൽ പുതിയ സിനിമയാണോ എന്നറിയില്ല. സിനിമ കണ്ടവരാരുമില്ല. അതിൻ്റെ ട്രെയിലർ പുറത്തു. അപ്പോൾ ഇത് കേരള സംസ്ഥാനത്തെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും താഴ്ത്തിക്കെട്ടുന്ന ഒരു സിനിമയാണ് എന്നൊരു പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും കൊടുമ്പിരി കൂട്ടി നടക്കുകയാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ കേരള ചക്രവർത്തി സഖാവ് പിണറായി സഖാവ് മഹാരാജാവ് തന്നെ അതേക്കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ പ്രബുദ്ധ കേരളം ഒന്നടങ്കം വാളും വട്ടകയും എടുത്ത് കേരള സ്റ്റോറിക്കെതിരായിട്ട്, കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഇവിടെ കുംഭവാസിലെ ചൂട് ഭയങ്കരമായിട്ടുണ്ട്. അതിന് പുറമേ തെരഞ്ഞെടുപ്പ് ചൂടും വരാൻ പോകുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. സാംസ്കാരിക നായകരുടെ പ്രസ്താവന ഉടനെ പുറത്തു വരും. പിന്നെ പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. കേരള സ്റ്റോറി അത്ര വലിയ കുഴപ്പമൊന്നുമല്ല എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അരുളി ചെയ്തിട്ടുണ്ട്. മറ്റു പാർട്ടികളൊക്കെ ഇതിനെ എതിർക്കുകയാണ്, വിമർശിക്കുകയാണ്, അപലപിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ ഇവിടുത്തെ പ്രതിഷേധം കൊണ്ടും ഇതിന് തുല്യവും വിപരീതമായ പ്രതികരണം വടക്കേ ഇന്ത്യയിലുണ്ടാകും എന്നുള്ളത് കൊണ്ടും സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമില്ല. കാരണം ഈ സിനിമയ്ക്ക് അതിഭയാനകമായ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തിനും സംഭവിച്ച ഇത് തന്നെയാണ്. ഇവിടെ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചു. വടക്കേ ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ആളുകൾ ക്യൂ നിന്ന് സിനിമ കണ്ടു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്ന് നമുക്കറിയില്ല, ഉണ്ടാക്കാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നും നോക്കാൻ തുടങ്ങിയാൽ സിനിമ എടുക്കാൻ പറ്റില്ല. മിക്കവാറും ചരിത്ര സിനിമകളും അല്ലെങ്കിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള സിനിമകൾ തന്നെ ചരിത്രവുമായിട്ട് അത്ര തന്നെ പൊരുത്തപ്പെടുന്നവയല്ല. ഇപ്പം ഡേവിഡ് ലീൻ്റെ പ്രസിദ്ധമായ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വൈ എന്ന സിനിമ നോക്കുക. വളരെ മനോഹരമായ സിനിമയാണ്. പക്ഷേ അതിനാസ്പദമായിട്ട് സിനിമയിൽ കാണിക്കുന്ന സംഭവം, സിനിമയുടെ ഇതിവൃത്തവും യഥാർത്ഥ ചരിത്രവും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. ക്വായ് നദിയുടെ മുകളിൽ ഒരു പാലം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൽപ്പിതമാണ്. അങ്ങനെയാണ് സാധാരണ സിനിമയുടെ ഒരു രീതി. അപ്പോൾ ഈ സിനിമയും ചരിത്രവുമായിട്ടല്ല യാഥാർത്ഥ്യവുമായിട്ട് പറയത്തക്ക പൊരുത്തമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കേരളത്തെക്കുറിച്ച് എന്ത് പള്ളു പറഞ്ഞാലും കാണാൻ കുറേ ആളുകൾ വടക്കേ ഇന്ത്യയിലുണ്ടാവും എന്നുള്ളതാണ് ഇവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ രഹസ്യം. ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഏറ്റവും ഭാവനാത്മകമായ പ്രതിഷേധം നടത്താൻ പോകുന്നത്, അഥവാ രുചികരമായ പ്രതിഷേധം നടത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ എത്തപ്പൈക്കാരാണ്. എത്തപ്പൈക്കാർ ഒരുങ്ങി പുറപ്പെട്ടാൽ പിന്നെ എന്തും ചെയ്യാൻ പഠിക്കില്ല നമുക്കറിയാം. അവർ പതിവ് പോലെ ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സിനിമ റിലീസാവുന്ന എല്ലാ കേന്ദ്രങ്ങളുടെ മുമ്പിൽ DYFIക്കാരുടെ പൊറോട്ടയും മൂരിയിറച്ചി ലഭ്യമായിരിക്കും. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും കൊടുക്കേണ്ടതില്ല. ഇതിന് വേണ്ട പണം അവർ ബക്കറ്റ് പിരിവിൽ കൂടി കണ്ടെത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളിലെ മാഷന്മാരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി അവർ വാങ്ങിച്ചെടുക്കുന്നതായിരിക്കും. അറക്കാനുള്ള മൂരിയും റെഡിയാണ്. പൊറോട്ട ഉണ്ടാക്കാനുള്ള മൈദമാവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. SFIക്കാരുടെ പരിപാടി കണ്ട് പരാജയപ്പെടാൻ സാധ്യതയില്ല. ഇതുപോലൊരു പരിപാടി നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മൂരികളെ എന്നാണ് അവർ ലീഗുകാരെ വെല്ലുവിളിക്കുന്നത്. ലീഗുകാർക്ക് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും കുറച്ച് മൂരിയിറച്ചി തിന്നണമെങ്കിലും ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദത്തിന് വലിയ വിള്ളലുണ്ടാവും എന്നാണ് അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുവിൻ, ഞങ്ങളത് കഴിച്ച് പ്രോത്സാഹിപ്പിക്കാം എന്ന നിലപാടിലാണ് MSFും യൂത്ത് ലീഗും ഒക്കെ നിൽക്കുന്നത്. കാരണം സാമുദായിക സൗഹാർദ്ദം തകരുന്ന ഒരു പരിപാടിക്ക് പോകരുത് എന്നവരോട് കുഞ്ഞാലി സാഹിബ് അതുപോലെ തന്നെ സാദിഖലി തങ്ങളും താക്കീത് ചെയ്തിട്ടുണ്ട്. ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങളില്ല, നടത്തണം നിങ്ങൾ നടത്തിക്കും. ഭക്ഷണം കഴിച്ച് സഹകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളും ഉണ്ടാകും. കേരള സ്റ്റോറിയെ വിമർശിക്കാനായിട്ട് ബീഫ് ഫെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് MSFിൻ്റെ നിലപാട്. പക്ഷേ SFIയുടെ നിലപാട് അങ്ങനെയല്ല.
ഞങ്ങൾ ആശയപരമായിട്ടും ആമാശയപരമായിട്ടും എതിർക്കുന്നവരാണ്. ബീഫ് കഴിച്ചുകൊണ്ടും അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ടും ഇതിനെതിർക്കും. ഉടുക്കാത്ത ഭ്രാന്തിന് ചികിത്സ ഉടുത്ത ഭ്രാന്താണ് എന്നാണ് ഇവരുടെ നിലപാട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തുന്നത് ഏത് നിലയ്ക്കും നല്ലതാണ്. അത് ആശയപരമായിട്ടും ആമാശയപരമായിട്ടും ഗുണകരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സൽപ്രവൃത്തിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന SFIയുടെ ധീര വിപ്ലവകാരികളെ സർവാത്മന അഭിനന്ദിക്കുന്നു. DYFIക്കാരനും പാർട്ടിയിലെ മൂത്ത സഖാക്കളുടെയും കൂടി അനുഗ്രഹവും ആശിസ്സും സഹകരണവും ഇവർക്ക് ആവശ്യമാണ്. അത് നൽകുന്നതിന് വേണ്ട സകല ഉത്തരവാദിത്വവും ഒത്താശയും ഗോവിന്ദൻ മാഷും MA ബേബി അടക്കമുള്ള ആളുകൾ നൽകും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ. പിന്നെ ഫേസ്ബുക്ക് വഴിക്ക് ശക്തമായ പിന്തുണ സഖാവ് ശിവൻകുട്ടി കൊടുത്തിട്ടുണ്ട്. ശിവൻകുട്ടി മാത്രം കൊടുത്താൽ പോരാ, മറ്റ് നേതാക്കന്മാരും ആ രീതിയിലുള്ള പിന്തുണ നൽകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ വിഷയമാക്കി ആളിക്കത്തിച്ച് നമുക്ക് അതിൻ്റെ അന്ന് 10 വോട്ട് കിട്ടുമോ എന്നൊരു ശ്രമം നടത്താവുന്നതാണ്. കിട്ടുമോ കിട്ടില്ലോ എന്ന് പറയാൻ സമയമായില്ല, ഇപ്പോഴത്തെ നിലയ്ക്ക് കിട്ടാതിരിക്കാനാണ് സാധ്യത. എങ്കിൽ പോലും SFI പോലൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, പിന്നെ ആശയപരമായിട്ടും ആമാശയപരമായിട്ടും ഇതിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ ഇത് ഗുണകരമാകും. SFIയുടെ ധീര സഖാക്കളെ, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ജനാധിപത്യം, സോഷ്യലിസം, സാഹോദര്യം, പിന്നെ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം എല്ലാം പൂത്തുലയട്ടെ എന്ന് ആശംസിക്കുന്നു.